ഈ പാർലമെന്റ് ഇലക്ഷന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, CPM-ന്റെ കേഡർ വോട്ടേഴ്സ്, അതായത് കായംകുളം എടുക്കുക, ആലപ്പുഴ എടുക്കുക, ആറ്റിങ്ങൽ എടുക്കുക, തിരുവനന്തപുരം എടുക്കുക, അങ്ങനെ പല ഭാഗങ്ങൾ എടുക്കുക, തൃശ്ശൂർ എടുക്കുക. ഇതിനകത്ത് വലിയൊരു CPM-ന് വോട്ട് ചെയ്യുന്ന അനുഭാവികളും അവരുടെ കേഡറും BJP-യിലോട്ടും UDF-ിലോട്ടും വോട്ട് ചെയ്തു. അതായത് ഞാനീ പറയുന്ന CPM, അതിനകത്ത് ഏറ്റവും ഉള്ളത് ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ BJP-യിലോട്ട് വോട്ട് ചെയ്തിരിക്കും. പറഞ്ഞ അതിലേക്ക് BJP-യുടെ 20% ആ രീതിയിൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പാർലമെന്റ് ഇലക്ഷനിൽ വരുത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായി, അതായത് വോട്ട് സ്വിങ് ചെയ്തു. ഇത് പിണറായി വിജയനും പാർട്ടിക്കും ശക്തമായ ഷോക്കായി മാറി. ഷോക്ക് എന്ന് പറയുന്ന അവരുദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ഷോക്കായിട്ട് മാറി. അവിടെ പിണറായി വിജയനും പാർട്ടിയും എടുത്ത സ്ട്രാറ്റജിയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുക. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോകുന്നു, അവർ മലപ്പുറം ജില്ലയിൽ അവർക്ക് സ്കൂളില്ല എന്ന് പറയുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയെ വളരെ മോശമായ രീതിയിൽ വേട്ടയാടുന്നു. ഏകദേശം 7-8 സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും നിരന്തരമായിട്ട് പറഞ്ഞു. അതിനകത്ത് ചിലപ്പോൾ പറഞ്ഞിട്ട് ചില സ്പീച്ചുകളുടെ അകത്തൊക്കെ CPM-ന്റെ സീനിയർ ലീഡേഴ്സായ വാസവൻ അങ്ങനെയുള്ളവരെയൊക്കെ സ്റ്റേജിലിരുത്തിയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലെയുള്ള വാചകം തട്ടിവിട്ടത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പം പെട്ടെന്ന് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ട് അത് തിരുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും, അല്ലെങ്കിൽ അതിനെ രൂക്ഷമായ രീതിയിലുള്ള കൗണ്ടർ അറ്റാക്ക് ചെയ്യും. എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നത് ഇതിനകത്ത്? അതായത് പിണറായി വിജയൻ, വെള്ളാപ്പള്ളി, അതിനുശേഷം അവരൊരു കാറിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ മാറ്റം, അതായത് ഞാനൊരു കാര്യം പറയും, ഇതിനകത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ ചിലതൊക്കെ സത്യമായിരിക്കും, പക്ഷെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്ന ഈ രീതിയിലുള്ള വെള്ളാപ്പള്ളിയുടെ വോക്കൽ അറ്റാക്ക് അത് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് അതിനെ പൂർണ്ണമായിട്ടും ഒബ്ജക്റ്റ് ചെയ്ത് അതായത് അതിനെ എതിർത്ത് പരാജയപ്പെടുത്തേണ്ട പിണറായി വിജയൻ നിശബ്ദനായിട്ട് നിന്ന് അത് എൻകറേജ് ചെയ്ത് കൊടുത്തു. അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതേപോലെയുള്ള സംഭവങ്ങൾ പറഞ്ഞു എന്ന് കേരളത്തിലെ മുസ്ലിം ജനത ഒറ്റക്കെട്ടായിട്ട് വിശ്വസിക്കുന്നുണ്ട്.